നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന സംഭവം ശരിക്കും 2025 തുടങ്ങിയതിൽ പിന്നെ നമുക്ക് ശ്വാസം വിടാൻ സമയം കിട്ടിയിട്ടില്ല. ന്യൂ ഇയറിന്റെ അന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ 2 മാസമാകുന്നു. 2 മാസം കൊണ്ട് നടന്ന സംഭവങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് 2 വർഷങ്ങൾ കൂട്ടിയാൽ നടക്കാത്ത സംഭവങ്ങളാണ് ഈ 2 മാസങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇത്രയും നാളും എന്തെങ്കിലും ഒരു ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് റീസൺ എന്താണെന്നുള്ളതായിരിക്കും നമുക്ക് ആദ്യം കണ്ടെത്താൻ പറ്റുന്നത്. എന്തിനയാൾ അത് ചെയ്തു, എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തത്, അതിന് റീസൺ നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നു പെട്ടെന്ന് തന്നെ. പക്ഷെ ഇപ്പൊ നടക്കുന്നതിനൊന്നും റീസൺ പോലും ഇല്ല. റീസൺ പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു കാര്യവുമില്ലാതെ ചുമ്മാ പോയി, ഇല്ല നമ്മൾ ഈ കോഴികളെയൊക്കെ ചെയ്തില്ല അതേപോലെ ചുമ്മാ പോയി ആൾക്കാരെ മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങ് ചെയ്യുവാണ്. ഞാൻ ആദ്യം കരുതിയത് വർഷത്തിനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം, മനുഷ്യന്മാർ ചെയ്യുന്നത് എന്തിനാ വർഷത്തെ പഠിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വർഷത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഈ യുഗങ്ങൾ മാറുക, ടൈം പീരീഡ് മാറുക, നമ്മൾ അറിയാതെ സമയത്തിന് വ്യത്യാസം വരിക, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, കുറെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതേപോലെ ഇതിനു മുമ്പ് വരെ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള തിന്മയെ നന്മ വിജയിക്കുമായിരുന്നു, നന്മ ഓവർകം ചെയ്യുമായിരുന്നു. അപ്പൊ ഇനിയും ഈ നന്മ എന്ന് പറയുന്നത് താഴ്ന്നു പോയിട്ട് തിന്മ ഓവർകം ചെയ്യുന്നൊരു സമയമാകണമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് തോന്നിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു കുഴപ്പവുമില്ലാതെ വളരെ നോർമലായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യന്മാര് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇങ്ങനായി മാറുകയാണ്. അവരെക്കുറിച്ച് നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, നല്ല ചെറുക്കൻ, നല്ല സ്വഭാവം, നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നായിരിക്കും നാട്ടുകാർ അവരെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷെ അങ്ങനെ സൈലന്റ് ആയിട്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്ന വ്യക്തികളൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഈ രീതിയിൽ മാറുന്നത്? അത് അത്ഭുതമാണ്. ലഹരിയാണെന്ന് പറയുന്നു, മറ്റു വസ്തുക്കളാണെന്ന് പറയുന്നു, എന്ത് വസ്തുക്കളാണെന്നുണ്ടെങ്കിലും ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഇന്നലെ തന്നെ അഫാൻ എന്ന് പറയുന്ന ആ ചെറുക്കൻ, 23 വയസ്സുള്ള ആ ചെറുക്കൻ 30 കിലോമീറ്ററോളം സഞ്ചരിച്ചു. നോർമലി നമ്മൾ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു ഇമ്പൾസിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് തോന്നിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും. അയ്യോ ഞാനത് ചെയ്തല്ലോ, എന്തോ വലിയ തെറ്റ് ചെയ്തല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഡൗൺ ആയിപ്പോവും. പക്ഷെ ഇത്രയും കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇത്രയും പേരെ വകവരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ മൈൻഡ് സെറ്റ് അപ്പോൾ ആ രീതിയിൽ ഷിഫ്റ്റ് ആയിട്ടുണ്ടാകും. പണ്ടൊക്കെ നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും കയറുക എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കയറി കഴിയുമ്പോൾ നമ്മളല്ലാതെ പ്രവർത്തിക്കും എന്നൊക്കെ പണ്ടുള്ള മനുഷ്യർ വിചാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള മനുഷ്യർക്ക് ഇതുപോലെ ഇത്രയും നാളും വളരെ നോർമലായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ എന്തോ ബാധ കയറിയതുപോലെ ഇങ്ങനെയുള്ള പ്രവൃത്തി കാണിക്കുന്നു. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ, ഒരു കുറ്റബോധവും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു. ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറത്തില്ലായിരുന്നു, പോലീസുകാരുടെ കീഴടങ്ങത്തില്ലായിരുന്നു, ഒളിവിൽ പോവുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യും. പക്ഷെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ, ഒരു കൂസലും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ്. ആദ്യം പേരിമലയിലാണ് ആ ചെറുക്കൻ്റെ വീട്, അഫാന്റെ വീട്. പേരിമലയിലെ വീട്ടിൽ രാവിലെ ഉമ്മയുണ്ടായിരുന്നു, ഉമ്മ മാത്രമേ ഉള്ളായിരുന്നു. സഹോദരൻ സ്കൂളിൽ പോയി. അച്ഛനാണെങ്കിൽ വെളിയിലാണ്, സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛന് ട്രാവൽ ബാനാണ്. അവിടെ എന്തോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ സാമ്പത്തികമായിട്ട് പ്രശ്നമോ ഏതാണ്ട് ഉണ്ട് അച്ഛൻ്റെ ബിസിനസ്സിന്. എന്നിട്ട് പേരിമലയിലെ വീട്ടിൽ നിന്ന് അമ്മയോട് ഏതാണ്ട് വിഷയം എങ്ങാണ്ട് ഉണ്ടാക്കിയിട്ട് നേരെ പോകുന്നത് ഉമ്മുമ്മയുടെ അടുത്തേക്കാണ്. ഉമ്മുമ്മ താമസിക്കുന്നത് 14 കിലോമീറ്ററോളം അപ്പുറം, 15 കിലോമീറ്ററോളം അപ്പുറമുള്ള ഒരു സ്ഥലത്ത്. അവിടെ നിന്ന് ഉമ്മുമ്മയെ വക വരുത്തിയിട്ട് നേരെ വരുന്നത് വല്യുപ്പയുടെയും വല്യുമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക്. അതും 14 കിലോമീറ്റർ അകലെയാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് കാമുകിയെ വിളിക്കുന്നത്. കാമുകിയോട് പറയുന്നു സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കാൻ. കാമുകി അതും കേട്ടിട്ട് പറയുന്നു ഓക്കെ ട്യൂഷന് പോകാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അയാളുടെ വീട്ടിൽ പോയിരിക്കുന്നു. അയാളുടെ വീട്ടിൽ കാമുകി ഇരിക്കുന്ന സമയത്ത് ഇയാളുടെ ഉമ്മ മുറിക്കാത്തുണ്ട്. അങ്ങനെ വന്ന് കാമുകിയെ വകവരുത്തുന്നു, അത് കഴിഞ്ഞിട്ട് അനിയനെ വകവരുത്തുന്നു, അത് കഴിഞ്ഞിട്ട് ഉമ്മയെ. ഇപ്പൊ ജീവനോടുള്ളത് ആ ഉമ്മ മാത്രം. ഉമ്മ ഇപ്പൊ കണ്ണു തുറന്നെന്നാണ് പറയുന്നത്. അപകടനില തരണം ചെയ്തു, കണ്ണു തുറന്നു എന്നാണ് പറയുന്നത്. കണ്ണു തുറന്നപ്പോൾ ആദ്യം ചോദിക്കുന്നത് ആ കൊച്ചു ചെറുക്കനെയാണ്. ഇവരെ എല്ലാം ചെയ്തു, ആ കൊച്ചു ചെറുക്കനെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ചെറുക്കൻ എന്ത് പിഴച്ചു? അത് ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ജീവിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ഇവന്റെ കാര്യം, ഇവനും ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. 23 വയസ്സെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമല്ലേ. ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 19 വയസ്സുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അയാൾ ഇത്രയും ജീവിതം കണ്ട് ഒരുപാട് സഫർ ചെയ്ത് അയാളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നിയതാണ് എന്നെങ്കിലും നമുക്ക് പറയാമായിരുന്നു. ഇത് മോട്ടീവ് ഇല്ല, കാരണമില്ല. ചെറുക്കൻ പറയുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്.
അച്ഛൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് ബന്ധുക്കൾ ആരും സഹായിച്ചില്ല, ബന്ധുക്കൾ വാങ്ങിച്ച പൈസ തിരിച്ചു ചോദിച്ചു. ചില ആൾക്കാർ പറയുന്നു ഇവൻ അച്ഛന്റെ പേരിൽ പൈസ വാങ്ങിച്ചിട്ട് പൈസ എല്ലാം പുട്ടടിച്ച് കളഞ്ഞിട്ട് അവസാനം വലിയ രീതിയിലുള്ള കടബാധ്യതയായി, അങ്ങനെ വീട്ടുകാര് കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. പ്രണയനൈരാശ്യമല്ല എന്നാണ് എല്ലാവരും പറയുന്നത്, കാരണം ആ പെൺകുട്ടിയുടെ വീട്ടിൽ സമ്മതമായിരുന്നു എന്ന് പറയുന്നു. എന്തിനാ പെൺകുട്ടി? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെയൊക്കെ ഈ മൈൻഡ് സെറ്റ് ഈ രീതിയിൽ എങ്ങനെ മാറുന്നു, എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, ഒരു ഐഡിയ ഇല്ല. നമുക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാം, കണ്ണു മിഴിച്ച് നോക്കിയിരിക്കാം. അപ്പോൾ ഈ സമയത്തും എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ചെയ്ത വ്യക്തികളുടെ മതം നോക്കുവാണ് ആൾക്കാർ. എന്തിനാണ് ഇതിനകത്ത് മതം കുത്തി നിറയ്ക്കുന്നത്? കുറെ കമന്റ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ വാർത്തയുടെ ഒക്കെ അടിയിൽ വന്ന കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും മതം കുത്തി നിറയ്ക്കുന്നുണ്ട്. ഓ, ഈ മതത്തിൽ പെട്ടവരായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെയൊന്നും അല്ല. എല്ലാ മതത്തിൽ പെട്ടവർക്കും ഈ ഒരു അസുഖം ബാധിച്ചേക്കാണ്, ഒരു പ്ലേഗ് പോലെയാണ്. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 2025 എന്തോ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട് മനുഷ്യന്മാരുടെയൊക്കെ മനസ്സിൽ. ആ അസുഖം ബാധിച്ചത് കൊണ്ടാണ് മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ആ അസുഖത്തിന് ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാവരുടെ ഉള്ളിൽ അതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യാതൊരു രീതിയിലുള്ള കുഴപ്പവും ഇല്ലാതിരുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് എക്സ്പ്ലനേഷൻ? ഒരു എക്സ്പ്ലനേഷനും ഇല്ല. സയന്റിഫിക്കലി ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. പിന്നെ ഉള്ളത് സൈക്കോളജിക്കലി ഉള്ള എക്സ്പ്ലനേഷനാണ്. സൈക്കോളജിക്കലി ഉള്ള എക്സ്പ്ലനേഷനിൽ ഇതേ ഉള്ളൂ. ഞാൻ ആലോചിച്ചിട്ട് ഇതേ ഉള്ളൂ. മാനസിക പ്രശ്നമൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. മാനസിക പ്രശ്നമാണെന്ന് പറയുന്നു, ലഹരിയുടെ കാര്യം പറയുന്നു, എന്തുവാണ്? ശരിക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇനിയും കുറച്ചും കൂടിയൊക്കെ കഴിയുമ്പോൾ എന്താണ് മോട്ടീവ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതാണ് വിഷയം. 2025 നടക്കുന്ന സംഭവങ്ങൾക്കൊന്നും മോട്ടീവില്ല. കൃത്യമായിട്ടുള്ള മോട്ടീവില്ല. ഇതിനൊക്കെ മുമ്പ് കറക്റ്റ് ആയിട്ടുള്ള മോട്ടീവ് ഉണ്ടായിരുന്നു. ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം കൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പൊ കാരണമില്ല. ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ കാരണം കണ്ടെത്തുന്നത്. എങ്ങനെയുണ്ട്? ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ പരിഹരിക്കും? ഇവൻ പറയുന്നത് ഇവൻ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ പെങ്കൊച്ച് ഒറ്റയ്ക്കാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പെങ്കൊച്ചിനെ അങ്ങനെ ചെയ്തതെന്ന്. അതിനൊരു ജീവിതമില്ലേ? അതെങ്കിലും ജീവിക്കത്തില്ലേ? ഇവന്റെ അനിയനൊരു ജീവിതമില്ലേ? അവനെങ്കിലും ജീവിക്കത്തില്ലേ? ഏതെങ്കിലും രീതിയിൽ ജീവിക്കത്തില്ലേ? ഈ നാട്ടിൽ ജീവിക്കാനാണോ പാട്? ആ ഉമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉമ്മയോട് ആ കൊച്ചു ചെറുക്കൻ ഇങ്ങനെ സംഭവിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മ ആദ്യം ചോദിച്ചത് ഇളയ മകനെയാണ്. അപ്പൊ ഉമ്മയുടെ ആങ്ങളെയാണ് പോയി കണ്ടത്. ആ ഉമ്മയുടെ ആങ്ങളെയാണ് ICU കയറി കണ്ടത്. അപ്പൊ ആങ്ങളെ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. പറയാൻ പറ്റുമോ? അതിനോട് പറയാൻ പറ്റുമോ? ഇനി ആ ഉമ്മയ്ക്കേ പറയാൻ പറ്റത്തുള്ളൂ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്, എന്ത് പ്രശ്നത്തിന്റെ പേരിലാണ് മകൻ ഇതുപോലെ വീട് വിട്ടിറങ്ങി ഈ പരിപാടിയൊക്കെ കാണിച്ചത് എന്ന് ആ ഉമ്മയ്ക്ക് മാത്രമേ പറയാനുള്ളൂ. ഉപ്പയ്ക്കും അറിയത്തില്ല. ഉപ്പ വെളിയിലെങ്ങാണ്ടല്ലേ, വിദേശത്താണ്. ഉപ്പയ്ക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അയാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വേറൊരു രാജ്യത്ത് കിടക്കുവാണ്, അയാൾക്ക് തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. വല്ലാത്തൊരു ജീവിതമാണ് കേട്ടോ. മനുഷ്യന്മാരുടെ ജീവിതത്തിനൊന്നും ഒരിതും ഇല്ല. സത്യം, നമ്മുടെയൊക്കെ മനസ്സിനെ നമുക്ക് പോലും അറിയാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ നാളെ ഏത് രീതിയിലൊക്കെ ചിന്തിക്കും, ഏത് രീതിയിലൊക്കെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ.